അള്ളാഹുവിൻ്റെ അടുക്കൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു അള്ളാഹിൻ്റെ അടുക്കൽ, യാ റബ്ബി മാലി ഇബാദിക അലൈക ഇദാ ഹും സാറൂക്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, നിന്റെ വീട് സന്ദർശിക്കാൻ വരുന്ന നിന്റെ അടിമകൾക്ക് നീ നൽകുന്ന പ്രതിഫലം എന്താണ് നാഥാ? കണ്ട കേട്ടോ മനസ്സിലാക്കിക്കോ. നിന്റെ വീട് സന്ദർശിക്കാൻ വരുന്നവർക്ക് നീ കൊടുക്കുന്ന പ്രതിഫലം എന്താണല്ലാ? ഓ, സൗദിയിൽ പോയി നമ്മൾ അത് കണ്ട് ഇത് കണ്ട്, എൻ്റെ മോൻ റിയാദിൽ നിന്ന് വന്ന് ദമ്മാമിൽ നിന്ന് വന്ന് ഞങ്ങൾ കണ്ട് സംസാരിച്ചാൽ നല്ല ഒരു മൊബൈല്, സ്വിച്ചൊന്നും ഇല്ലാത്ത മൊബൈല്, അങ്ങോട്ട് വിരൽ വെച്ചാൽ തന്നെ അത് കളറായിട്ട് മാറും, അത് ഇങ്ങനെ നമ്പർ വരും, അങ്ങനെ പറയാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഇത് എന്തോ ഒരു സൈസ്. ഇതൊക്കെയാണ് പറഞ്ഞത്. ഹജ്ജിന് പോയിട്ട് വന്ന് എങ്ങനെയുണ്ട് സംഭവം? ഓ, ആ കഅബയെ പൊതിഞ്ഞിരിക്കുന്ന ആ തുണി, അതിനകത്തുള്ള സ്വർണം, പഠിച്ചവനെ അതിൽ ഇത്തിരി അങ്ങനെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ 10 ഏക്കർ സ്ഥലം വാങ്ങിക്കായിരുന്നു. ചിന്തിക്കുക ആളുകൾ പോയിട്ട് എങ്ങനെയാണ് ഇതൊക്കെയാണ് കുറിച്ച്. ഓ, അള്ളാഹു എത്ര ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് പഠിച്ചവനെ കളയുന്നത്. ഒരു കുടിക്ക് ഒരു ഗ്ലാസ് കളയുന്നത്. അതങ്ങാണ് ഇവിടെ കിട്ടിയിരുന്നത്, അതിൻ്റെ കച്ചവടം തുടങ്ങാമായിരുന്നു പഠിച്ചവനെ. എത്ര പൈസ നമുക്കിവിടെ കൊയ്തെടുക്കാമായിരുന്നു. ഡിസ്പോസിബിൾ ഒരു കുടിക്ക് കളയുക, നല്ല സൂപ്പർ സാധനം. ഇവിടുത്തെ വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് ആക്സിഡൻ്റായ കാറ് പോലെയാണ് ചുളുക്കാതെ കിടക്കുന്നത്. ഇവിടുത്തെ ഒരു ഗ്ലാസ് ഡിസ്പോസിബിൾ ഗ്ലാസ് 10, 40 പൈസ 50 പൈസ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റുമോ? അവിടുത്തെ നിങ്ങളൊന്ന് പിടിച്ച് ഉടച്ചു നോക്കി, ഉടയൂല. ഒരു കുടി കുടിക്കുക, എടുത്തപ്പളെ കളയുക, കൊണ്ടുപോകുന്നത് കാണാം ഇഷ്ടം പോലെ. അള്ളാഹു അതെങ്ങാനും കിട്ടിയ നമുക്ക് ജീവിക്കാൻ അത് മതിയായിരുന്നു. ഇവിടെ ഇത് വെച്ച് ജീവിക്കാൻ, കഴുകി വൃത്തിയാക്കി ഒരു പ്ലാസ്റ്റിക് കവർ കയറ്റി വിൽക്കാൻ പറ്റിയ സാധനം. അത്രയ്ക്ക് ഇതാണ്. അത് ഇതെല്ലാം കാണുമ്പോൾ അല്ലോ, പെപ്സി കുടിച്ചിട്ട്, കൊക്കക്കോള കുടിച്ചിട്ട് ഓരോ ടെന്നുകളെ നമ്മുടെ ഉമ്മമ്മമാരെല്ലാം പഠിച്ചവനെ കടുവും ഉലുവായിട്ട് വെക്കാൻ പറ്റിയ നല്ല കുപ്പി, അതെല്ലാം ഇങ്ങനെ നടക്കുന്ന സമയത്ത് പതുക്കെ പറക്കിയെടുത്ത് ഒരു സിമ്മി കവറിന് അതെടുത്ത് സൂക്ഷിച്ച് വെക്കും. അച്ഛാ ഇതെന്താ ഇത്? അത് ചുമ്മാരി നല്ല കടുവൊക്കെ ഇട്ട് നല്ല കുപ്പി, ഇതൊക്കെ കളയാൻ പറ്റുമോ അമ്മക്ക്? ഉമ്മമ്മമാരുടെ ജോലി അതാണ്. കാരണം ഇതൊക്കെ അവിടെ വേറെ നിസ്സാരമായിട്ട് ദൂരെ കളയുന്നതാണ്. ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പറക്കിയെടുത്ത് വെച്ചോണ്ടിരിക്കും. നമ്മളിതൊന്നും കാണുകയും ചെയ്യരുത്. അയ്യേ, ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യരുത്. പലരുടെ സാധനങ്ങൾ ഇങ്ങനെ കാണും, പല സാധനങ്ങൾ കാണും, വിലപിടിപ്പുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇതിനൊന്നും ഒരു വിലയും നമ്മൾ കൽപ്പിക്കണ്ട, ഇതെല്ലാം നിസ്സാരമാണ്. നമ്മുടെ ലക്ഷ്യം അതല്ല. എൻ്റെ ഹൃദയത്തിനകത്ത് പാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അതൊന്ന് കഴുകിക്കളയണം. അതാണ് നമുക്ക് വേണ്ടത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അല്ലാഹ്, പടച്ച തമ്പുരാനെ, നിന്റെ വീട്ടിലേക്ക് വരുന്നവർക്ക് നീ നൽകുന്ന സമ്മാനം എന്താണ് തമ്പുരാനെ? ഉടനെ അല്ലാഹു തആല നൽകിയ മറുപടി, അതെ, യാ ദാവൂദ്, ഇന്ന അലയ്യ ഹഖ്ഖൻ അലൽ മസൂരി ഹഖ്ഖൻ യാ ദാവൂദ്. ദാവൂദേ, എന്നെ സന്ദർശിക്കാൻ വരുന്നവർക്ക് എൻ്റെ മേൽ അവർക്ക് കടമയുണ്ട് ദാവൂദേ. എന്താണെന്നറിയുമോ? അൻ ഉആഫിയഹും ഫിദ്ദുനിയാ. ദുനിയാവിൽ അവർക്കും ഞാൻ ആരോഗ്യം നൽകും ദാവൂദേ. പരിശുദ്ധമായ കഅബ ഷരീഫിൽ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക്, കഅബയെ ലക്ഷ്യമിട്ട് വരുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒന്നാമത്തെ സമ്മാനം എന്താണ്? അൻ ഉആഫിയഹും, അവർക്ക് നാം ആരോഗ്യം നൽകും, പൂർണ്ണമായ ആരോഗ്യം നൽകും. അപ്പോ അസുഖക്കാരുടെ അസുഖമൊക്കെ ഹജ്ജിന് വേണ്ടി വരാൻ നിയത്ത് ചെയ്യുമ്പോഴേക്ക് തന്നെ മാറ്റം വന്നു പോകും. അൻ ഉആഫിയഹും അള്ളാഹു പറഞ്ഞ വാക്കാണ്. ഹാജിമാർ എന്നെ സന്ദർശിക്കാൻ വന്നാൽ നാം അവർക്ക് ആരോഗ്യം നൽകുമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ രണ്ടാമതൊരു അപ്പീലില്ല. അവിടെ മറിച്ചൊരു അപ്പീലില്ല. ഏതസുഖക്കാരും നിങ്ങൾ അവിടെ പോകുമ്പോൾ, പടച്ചവന്റെ വീട് സന്ദർശിക്കുമ്പോൾ അവരുടെ രോഗത്തിന് മാറ്റം വല്ലാഹി തന്നെ ഉണ്ടാകും. ഇനി മാറുന്നില്ല എങ്കിൽ അവന്റെ ഹൃദയത്തിൽ വേറെന്തോ ലക്ഷ്യമായിരുന്നു അള്ളാന്റെ വീട്ടിലേക്ക് വരുന്നതിന് എന്ന് മനസ്സിലാക്കിക്കോ. രണ്ടാമത് അള്ളാഹു നൽകുന്ന ഓഫർ, അൻ അഗ്ഫിറ ലഹും ഇദാ ലഖീതുഹും. ഈ ദുനിയാവ് നഷ്ടപ്പെട്ടവരെ, ഇവരെല്ലാവരും എൻ്റെ അടുക്കലേക്ക് ഇവരെ ഹാജരാക്കപ്പെടുമ്പോൾ, ഞാൻ ഇവരെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ആരാണോ ഹജ്ജ് ചെയ്തത്, ആരാണോ ഉംറ ചെയ്തത്, അവരുടെ പാപങ്ങളെല്ലാം നാം പൂർണ്ണമായി മാറ്റിക്കളയും, കഴുകി ശുദ്ധിയാക്കി കളയും. ഈ രണ്ട് കാര്യം ഞാൻ ചെയ്തു കൊടുക്കും. ആർക്ക്? എൻ്റെ വീട് സന്ദർശിക്കാൻ വരുന്നവർക്ക്. പോരെ, പിന്നെ നടുവേൻ എടുക്കുന്ന, നട്ടല്ലുവേൻ എടുക്കുന്ന, മുട്ടുകാലുവേൻ എടുക്കുന്നതൊന്നും ആരും പറയണ്ട. അവർക്ക് വേണ്ട സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കുന്ന അള്ളാഹുവാണ് വാഗ്ദാനം ചെയ്തത്. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. വിശുദ്ധമായ കഅബ ഷരീഫ്
ഇതാണ് കഅബ. ഈ കഅബയിലേക്ക് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, മനുഷ്യരുടെ മേൽ നിർബന്ധമാണ് ഹജ്ജുൽ ബൈത്ത്, അള്ളാന്റെ വീട്ടിലേക്ക് പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. മനിസ്തതാഅ ഇലൈഹി സബീല, അതിനുള്ള വഴിയെല്ലാം അവന് യോജിച്ചു വന്നാൽ അവന്റെ മേൽ നിർബന്ധമാണ് അവൻ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹാജി ഹജ്ജ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുമ്പ് അവൻ ആദ്യമായി ചെയ്യേണ്ടത്, നമ്മളിപ്പം ഹറമിനെ കുറിച്ച് കഅബയെ കുറിച്ച് ഒരു ചെറിയ ഒരു പരിചയമാണ് നമ്മളിപ്പോൾ ഇവിടെ പുതുക്കിയത്, അവിടുത്തെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും. മദീനയെ കുറിച്ച് പറഞ്ഞില്ല, അത് നമുക്ക് പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. മദീന മുനവ്വറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, അതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതങ്ങോട്ട് ചെല്ലുമ്പോൾ സമയം ദീർഘമായി പോകും. അതുകൊണ്ട് ഇനി മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു തരട്ടെ, അതൊന്നും മനസ്സിലാക്കുക. ഹാജിമാർ ഹജ്ജ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, ഹാജിമാർ അല്ലാത്തവരും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആദ്യമായി അവർ ചെയ്യേണ്ടത് കൂടിയാലോചനയാണ്. ഹാജിയാകട്ടെ, ഒരാൾ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹമാകട്ടെ ഒരാൾ കടയെടുക്കാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹമാകട്ടെ ഒരാൾ തൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കാൻ തീരുമാനിക്കുന്നു, അദ്ദേഹമാകട്ടെ ഒരാൾ തൻ്റെ കുട്ടിയെ സ്കൂളിൽ അയക്കാൻ തീരുമാനിക്കുന്നു, ഏത് കോളേജിൽ ഏത് സ്കൂളിൽ വിടണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ ആദ്യമായി ഒരാൾ ഒരു കാര്യം തീരുമാനമെടുത്താൽ, ഒരാൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചാൽ അവൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്താണ്? അവൻ ആലോചിക്കണം, കൂടിയാലോചിക്കണം, മുഷാവറ ചെയ്യണം. മുഷാവറ ചെയ്യാതെ ഒരു കാര്യത്തിലേക്കും എടുത്തു ചാടരുത്. ഹാജിമാർക്ക് മാത്രമുള്ള ക്ലാസ് അല്ല, ഹാജിമാർ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. ഹജ്ജിന് പോകാൻ ഒരാൾ തീരുമാനമെടുക്കുന്നു, ആഗ്രഹിക്കുന്നു, അദ്ദേഹം എന്ത് ചെയ്യണം? ഹജ്ജ് ചെയ്ത ഒരു പക്വതയുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട് മുഷാവറ ചെയ്യണം. ആദ്യമായി ചെയ്യേണ്ടത്, അല്ല ഞാൻ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു, ആചാര്യ എങ്ങനെയുണ്ട് അവിടുത്തെയൊക്കെ കാര്യങ്ങളൊക്കെ, റാഹത്താണോ, എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചില ആളുകൾ പറയും, അല്ലോ ഈ വിവരമില്ലാത്ത പക്വത ഇല്ലാത്തവരോടെങ്ങാനും പോയി ഹജ്ജിന് പോകുന്ന കാര്യത്തെക്കുറിച്ച് മുഷാവറച്ച്, ഫ്ലൈറ്റിൽ കയറുമ്പോഴത്തേക്ക് അറ്റാക്ക് വന്ന് മരിച്ചു പോകും, ഇവിടുന്ന് നിങ്ങൾ ഉഷാറായിട്ട് കയറിപ്പോകും, തടിയോടുകൂടി കയറിപ്പോകും, ഇറങ്ങുമ്പോൾ വടിയായിട്ട് ഇറങ്ങി വരും. അങ്ങനെ പേടിപ്പിച്ചോളൂ, ഞാനില്ല ഹജ്ജിന്, എൻ്റെ റബ്ബേ തീർന്ന് ഇടങ്ങേറാക്കി. ഒരു പിന്നെ പോകില്ല, ഹജ്ജിന് പോകില്ല, പേടിപ്പിച്ചു കളഞ്ഞു. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക, ഹജ്ജ് ഭയങ്കര തിരക്ക, ഉമ്മച്ച വാപ്പിച്ച നിങ്ങൾക്കൊന്നും അവിടെ നിന്നും പോയി തള്ളാനും എടുക്കാനൊന്നും പറ്റൂല, എൻ്റെ ഉമ്മച്ച എനിക്ക് നഷ്ടപ്പെടും, എൻ്റെ വാപ്പിച്ച എനിക്ക് നഷ്ടപ്പെടും, നിങ്ങൾ ഹജ്ജിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ പോകാനും വേണ്ടിയില്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോരുത്. എന്താ മക്കൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഹജ്ജിനെ കാണുമ്പോൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടാൽ ഞാൻ വരെ നരകത്തിൽ കിടത്തിട്ട് കൊള്ളുണ്ടായോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്നായിരിക്കട്ടെ ലക്ഷ്യം. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഹജ്ജിന് പോകാൻ ഒരാൾ തീരുമാനമെടുത്താൽ പക്വതയുള്ള പാകതയുള്ള ഒരു വ്യക്തിയെ കണ്ട് മുഷാവറ ചെയ്യണം, ആലോചിക്കണം. ഇതുപോലെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെയാണ് ഹാജി? അപ്പൊ അദ്ദേഹം പറയും, അൽഹംദുലില്ലാ നല്ല കാര്യമാണ്, അതിൻ്റെ വിഷയമാണ്, അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തു തരും. ആലോചിക്കുക, ഇത് എല്ലാവരും ചെയ്യേണ്ട കാര്യം. നമ്മളൊരു കട എടുക്കാൻ തീരുമാനിച്ചു, ഓടിപ്പോയിട്ടൊരു കട എടുക്കാൻ നിൽക്കരുത്. പെട്ടെന്നൊരു കട, എവിടാ നല്ലൊരു കട, അസുഖമാണ്. ആരോടെങ്കിലും ചോദിക്കും, ഞാനിവിടെ ഒരു കട എടുക്കാൻ തീരുമാനിച്ചു, ഓടുവോ? ഒന്നുമില്ലെങ്കിൽ നീ ഓടും, അല്ലെങ്കിൽ കട ഇട്ടവോ ഓടും, അല്ലെ നാട്ടുകാർ ഓടും, രണ്ടാളൊരാൾ ഓട്ടം ഉറപ്പായിരിക്കും. അതുകൊണ്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പക്വതയുള്ള ഒരാളെ വിളിച്ചിട്ട് ചോദിക്കണം, ഹബീബെ ഞാനൊരു കട എടുക്കാൻ തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് ഇവിടുത്തെ മാഹവിലും കാര്യങ്ങളൊക്കെ? അവൻ പാരോച്ച് പറയും, ഇവിടെ ഒരു കച്ചവടമല്ല, ഞാനിവിടെ കയറ ചേർത്തിട്ട് വർഷങ്ങൾ എത്രയായി, ഇതുവരെയ്ക്ക് എനിക്ക് പോലും എൻ്റെ കടയുടെ വാടക കൊടുക്കാൻ പോലും കഴിയുന്നില്ല. കാരണം നല്ല കച്ചവടം, കാരണം ഇവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കച്ചവടം പൊളിയും. അപ്പോൾ അതുകൊണ്ട് ഇവൻ പാരെ. അങ്ങനെ ഉള്ളവൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ? പെണ്ണിനെ കെട്ടിക്കാൻ തീരുമാനിക്കുന്നു, എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കും. അപ്പം ഞാൻ പണ്ട് ഇവിടുത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ട് മഷൂറ ചെയ്യുന്ന കാര്യം, മഷൂറ മുഷാവറ, അതൊക്കെ ഇപ്പം മറന്നു കാണും. അതിനാ കാസറ്റ് ഇട്ടിട്ട് കേട്ടോളി. മുഷാവറ ചെയ്യണം. എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയ മഹാനവറുകൾ ജൂതനോട് പോയിട്ട് മുഷാവറ ചെയ്തു, മറ്റാരെയും കിട്ടാഞ്ഞിട്ട് ജൂതനോട് പോയി മുഷാവറ ചെയ്തു. എന്ത് ചെയ്യണം? എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യണം? മുഷാവറ. അപ്പോൾ മനസ്സിലാക്കി കൊടുക്കണം, അത് കൊള്ളാം, അൽഹംദുലില്ലാ അവൾക്ക് വയസ്സായി, പ്രായമെത്തി, തീർച്ചയായിട്ടും അവളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. അതിനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മഷൂറ, മുഷാവറ. ഏതൊരു കാര്യം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുമ്പോഴേ തന്നെ, നമ്മളെ മനസ്സിലൊരു തീരുമാനമെടുക്കുമ്പോഴേ നമ്മൾ ആദ്യമായി ചെയ്യേണ്ട പരിപാടി എന്താണ്? മഷൂറ ചെയ്യണം. ഹാജിമാര് മാത്രമല്ല,
സാധാരണക്കാരും എന്ത് പരിപാടി നമ്മൾ തുടങ്ങാൻ തീരുമാനിക്കുന്നുവോ അതിന് മുമ്പ് നമ്മൾ മശൂറ ചെയ്യണം. കാരണം എന്താ? അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വശാവിറുഹും ഫിൽ അംർ വഅംറുഹും ശൂറാ ബൈനഹും. മുഅ്മിനീങ്ങളുടെ അടയാളമാണ് അവർ കാര്യങ്ങൾ കൂടിയാലോചിച്ച് ചെയ്യുകയുള്ളൂ. നമസ്കാരമുള്ളവരുടെ അടയാളമാണ് കാര്യങ്ങൾ കൂടിയാലോചിച്ച് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നു ആദ്യമായി കൂടിയാലോചിക്കുക, മുഷാവറ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് മുഷാവറ ചെയ്തു. മുഷാവറ ചെയ്യാന്ന് പറയുമ്പോൾ, ആലോചിക്കാന്ന് പറയുമ്പോൾ എന്തിനിപ്പോ ആലോചിക്കുന്നത്, ഇപ്പൊ ആലോചിക്കേണ്ട വല്ല കാര്യം വല്ലതും ഉണ്ടോ? ഇപ്പൊ പാസ്പോർട്ട് കൊണ്ട് അങ്ങോട്ട് കൊടുക്കുക, നമ്മൾ കയറിപ്പോകാനുള്ള സമയം. ഇനിയിപ്പോൾ ആരുടെ പോയി ആലോചിക്കാൻ അങ്ങനെ ധരിക്കരുത്. അത് കിബറിന്റെ ഭാഗമാണ്, അത് അഹങ്കാരമാണത്. ഇനി നിനക്ക് അറിയാം ഇത് നടക്കുമെന്ന് അറിയാമെന്ന് വെച്ചോളി. എങ്കിലും നമ്മൾ ഇസ്ലാമിന്റെ നിയമപ്രകാരം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാവൂ. ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാവൂ. അല്ലാഹു തആല ആലോചിക്കുന്നു, മാലാഖമാരോട് ആലോചിക്കുന്നു. മലക്കുകളോട് അള്ളാഹ് മശൂറ ചെയ്യാം. അള്ളാഹ്ക്ക് പോകാൻ്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് പോകാൻ്റെ ആവശ്യമുണ്ടോ? മലക്കുകളോട് പോയി മശൂറ ചെയ്യേണ്ട കാര്യമുണ്ടോ? അള്ളാഹ് ഖാലിഖാണ്, അവൻ ഖാദിറാണ്, അവൻ സൃഷ്ടാവാണ്, അവനാണ് ലോകത്തുള്ളവരെ മുഴുവൻ സൃഷ്ടിക്കുന്നവൻ. അതുകൊണ്ട് അവനോ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേ മനുഷ്യരെ സൃഷ്ടിക്കാൻ അള്ളാഹു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല മലക്കുകളെ വിളിച്ചിട്ട് ആലോചിക്കുകയാണ്. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ. ബഹുമാനപ്പെട്ട മാലാഖമാരോട് അല്ലാഹു തആല ആലോചിക്കുകയാണ്, മലക്കുകളെ, ദുനിയാവിൽ ഞാനൊരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ആലോചിക്കുകയാണ്. ഞാനീ പറഞ്ഞിരുന്നത് എന്തിനറിയോ? നമ്മൾ ഏതൊരു കാര്യം തീരുമാനിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണം. അതുമായി ബന്ധപ്പെട്ടവരോട്, ഒരാൾക്ക് സുഖമില്ല, ഹോസ്പിറ്റലുമായി ബന്ധമുള്ള ഡോക്ടറുമായി കൂടുതൽ ബന്ധമുള്ള ഒരു വ്യക്തിയോട്, ഇന്ന ആൾക്ക് ഇന്ന രോഗമാണ്, ഏത് ഡോക്ടറെ കാണിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ ചെയ്യാൻ പറ്റും, ഏതാണ് നല്ല ഡോക്ടർ, ആലോചിക്കണം. അതിൽ ബർക്കത്തുണ്ട്. അല്ലാഹു തആല മലക്കുകളോട് ആലോചിക്കുന്നു, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് മലക്കുകളെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉടനെ മലക്കുകൾ പാരെ നമുക്കെതിരെ, قالوا أتجعل فيها من يفسد فيها ويسفك الدماء. മലക്കുകൾ ഒന്നടങ്കം പറഞ്ഞു, പടച്ചവനെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെയും വഴക്കുണ്ടാക്കുന്നവരെയും പരസ്പരം തല്ലുകയും പരസ്പരം തമ്മിലടിക്കുകയും ചെയ്യുന്നവരെ നീ സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയാണോ അല്ലാഹ്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, നിനക്ക് സുജൂദ് ചെയ്യാനും നിന്നെ പ്രകീർത്തിക്കാനുമാണ് നീ അവരെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അല്ലാഹുവേ, നിനക്ക് വേണ്ടി സദാസമയവും സുജൂദിൽ കിടക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ ഞങ്ങളാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, നീ അവരെ സൃഷ്ടിക്കണ്ട. ഉടനെ അള്ളാന്റെ മറുപടി, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, എനിക്കറിയാവുന്നതൊന്നും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇതെന്റെ ആധിപത്യമാണ്, എന്റെ ആധിപത്യത്തിൽ നിങ്ങൾ കൈകടത്തണ്ട. ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചാൽ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. മലക്കളോട് ചോദിച്ചു, മലക്കൾ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹ് തീരുമാനം എടുത്തു. അമീർ അള്ളാഹ് ആയിരുന്നു. അള്ളാഹ് തീരുമാനം എടുത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു, സൃഷ്ടിച്ചു, നമ്മളെയൊക്കെ സൃഷ്ടിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മശൂറ ചെയ്യണം. ഇത് അള്ളാഹ് മലക്കളോട് ചെയ്തത്. പ്രവാചകൻ മകനോട് ചെയ്ത മശൂറ. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വർഷങ്ങളായ മക്കളില്ല. അങ്ങനെ മകനെ കിട്ടിയപ്പോൾ അള്ളാന്റെ ഭാഗം ഓർഡർ, ഇബ്രാഹിമേ, ആ കുട്ടിയെ അങ്ങ് കണ്ടിച്ചേരേ. അല്ലോ, സ്വപ്നം
പ്രവാചകന്മാർ കാണുന്ന സ്വപ്നം സത്യമാണ്. അപ്പം മകൻ പക്വതയേറി പാകമായി നടക്കാനൊക്കെ തുടങ്ങിയ നല്ല ഒരു സമയത്ത് അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഓർഡറാണ് മകനോട്, ഇബ്രാഹിം നബിയെ, ഈ മകനെ നീ അങ്ങ് എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. മകൻ പക്വതയുള്ള സമയത്ത് അവൻ പിച്ചവെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ പ്രകാരം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തന്റെ മകനോട് വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു നിന്നെ അറുക്കുന്നതായിട്ട്. ഫൻളുർ മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താണ്? മഷൂറ വാപ്പ മകനോട്. പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ മോനെ, നിന്നെ ഏത് സ്കൂളിൽ ചേർക്കട്ടെ, ഏത് കോളേജിൽ അഡ്മിഷൻ വേണം, എവിടെയാണ് നല്ല പഠിത്തം. ഇന്നത്തെ മക്കളോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ലേഡീസ് ഉള്ളത് എവിടെയാണെന്ന് അവിടത്തേക്ക് ഒരു അഡ്മിഷൻ മേടിച്ചതാ വാപ്പ എന്ന് പറയും. വാപ്പാക്കും എല്ലാം അറിയാവും ഇത് അവിടെ ആ സംഭവം ഒന്നും അല്ല, അവിടെ നല്ല പഠിത്തമോ നല്ല സാറന്മാരൊക്കെ. വാപ്പാക്കൊന്നും അറിയില്ല, വാപ്പ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കും അല്ലേ, അതല്ലേ നോക്കല്ലേ. അപ്പം അതുകൊണ്ട് ആലോചിക്കണം. മകനോട് ആലോചിച്ചപ്പോൾ മകൻ എന്താ പറഞ്ഞത്? മോനെ, അറക്കാൻ ഇങ്ങനെ അള്ളാന്റെ ഭാഗത്ത് ഓർഡറാ, എന്താണ് അഭിപ്രായം? പന്തോറും അല്ലാതെ അള്ളാഹ് ഭാഗത്ത് നിന്ന് അള്ളാന്റെ ഭാഗത്ത് ഓർഡർ കിട്ടിയ കത്തി എടുത്തിട്ട് അള്ളാഹു അക്ബർ ഇല്ല. മോനെ വിളിച്ചിരുത്തി പൊന്നെ തടവി ആലോചിച്ചിട്ട് എന്താ അഭിപ്രായം എന്താ? قال يا أبت افعل ما تؤمر. قال يا أبت افعل ما تؤمر. കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്തോ എൻ്റെ പൊന്നുപ്പാ. യാ അബത്തി എന്നാ വിളിച്ചത്, എൻ്റെ പൊന്നു വാപ്പ. വാപ്പയോട് എങ്ങനെയാണോ അള്ളാഹ് കൽപ്പിച്ചത് അതുപോലെ ചെയ്തോ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഞാൻ ക്ഷമിച്ച് കിടന്നു തരാം, ഞാൻ കുതറി ചാടുകയില്ല, ഒളിച്ചോടുകയില്ല. വാപ്പാട് ഇഷ്ടം പോലെ അറുത്തോ. മകൻ്റെ അഭിപ്രായം. അള്ളാഹ് അപ്പോൾ അറക്കാൻ സമ്മതിച്ചോ? ഇല്ല, പരീക്ഷിക്കാൻ നോക്കിയതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുമായി നബിതങ്ങൾ വീടിന്റെ കാര്യങ്ങളും അടുക്കളയുടെ ആവശ്യങ്ങളും അന്നത്തെ അവശ്യ സാധനങ്ങളെ കുറിച്ചും നബിതങ്ങൾ ആയിഷ ബീവിയുമായി കൂടി ആലോചിക്കുമായിരുന്നു. എന്തൊക്കെ വേണോ ആയിഷ? പച്ചക്കറി വേണോ, മീൻ വേണോ, അതല്ല പിന്നെ ഇറച്ചി വേണോ, ഇന്നെന്താണ് ഇന്നത്തെ ആലോചിക്കണം, മഷൂറ ചെയ്യണം ഭാര്യമാരുമായിട്ട്. ചുമ്മാ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവൻ്റ് അല്ല, വീട്ടുവേലക്കാരി നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുക്കണത് എന്നാ വെച്ചതാ, റോസ്റ്റ് ചെയ്താ, ഇത് പൊള്ളിച്ചതാ, ഇത് മൂപ്പിച്ചതാ, ഇതൊന്നും അല്ല പറയേണ്ടത്. ഇന്ന് എന്താ വേണ്ടത്? സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് കൂടിയിരുന്ന് ആലോചിക്കണം. 2 ദിവസമായി മട്ടൻ തിന്നിട്ട്, അല്ലെങ്കിൽ ഒരാഴ്ചയായി മട്ടൻ തിന്നിട്ട്, ഇന്ന് നമുക്ക് മട്ടൻ വാങ്ങിച്ചാലോ? ഇൻഷാ അല്ലാഹ്, എനിക്കും ആഗ്രഹമുണ്ട്. പിന്നെ ഇക്കാടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ പറയാഞ്ഞതാ. കുഴപ്പമില്ല, എന്നാ പിന്നെ അതായിക്കോട്ടെ. എളുപ്പം, വലിയ സന്തോഷമായി. എന്നാ പിന്നെ പെട്ടെന്നായി, എളുപ്പം. മഷൂറ ചെയ്യ, ആലോചിക്കുക കാര്യങ്ങൾ എളുപ്പം. ഇപ്പം ഹാജിമാർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഹജ്ജ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ മഷൂറ ചെയ്യണം. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞു, ശരി, ഇനിയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞു. രണ്ടാമത് തീരുമാനം എടുത്തു, അൽഹംദുലില്ലാ, പോകാനുള്ള തീരുമാനം. ഒരുപാട് ഗ്രൂപ്പുകാരുണ്ട്. ഇപ്പം ഏത് ഗ്രൂപ്പിനൂടെ പോകും? എല്ലാവരും ഹറമിനടുത്താന്നൊക്കെ പറയാം. അവിടെ ചെല്ലുമ്പോൾ അറിയാം ഹറമിനടുത്താണോ അതല്ല പുറത്താണോ, ഇനി ബർസഖിലാണോ, ഇനി ഭൂമിക്കടിയിലാണോ എന്നുള്ളതൊക്കെ. എല്ലാവരും ഹറമിനടുത്ത. ഈ ഹറമിനടുത്ത് എത്ര ഹോട്ടലുണ്ടോ? എല്ലാ ഹറമിനടുത്തായി. ഇപ്പൊ ഹറമിനടുത്തുള്ള എല്ലാം പൊളിച്ചു കളഞ്ഞ്, ഹറമിന്റെ തൊട്ടടുത്തുള്ളതെല്ലാം ഇപ്പൊ പൊളിച്ചു കളഞ്ഞ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ എല്ലാരും പറയും, സംഭവം ശരി തന്നെ. അള്ളാഹ് നമ്മളെ ഇപ്പൊ ഇച്ചിരി ദൂരെ ആയാലും ഒതൊക്കെ എടുത്തിട്ട് നടന്നു വന്നാൽ കൂലി കിട്ടൂലേ? ഇവിടെ ഒന്നാണെങ്കിൽ അവിടെ 1 ലക്ഷമാണ്. ഉസ്താദ് ഹറമിനടുത്താന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പുതിയ മസലായും കൊണ്ട് വരികയാണ് ദൂരെ. അല്ലേ? അല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലനുസരിച്ചുള്ള അടുത്തുള്ള സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെത്തുമ്പോൾ അത് തന്നെത്താനെ പിറകോട്ട് പോകുമോയെന്നറിയില്ല. അതെല്ലാം കറക്റ്റായിരിക്കും, എടുത്തിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ് ഇൻഷാ അല്ലാഹ്. എങ്കിലും സുഹൃത്തുക്കളെ, ചില ആളുകൾ ദൂരെയായിരിക്കും, ചില ആളുകൾ അടുത്തായിരിക്കും, ചില ആളുകളുടെ സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അതിൻ്റെ പേരിലൊരു വെപ്രാളമോ വഴക്കോ പ്രയാസമോ ഉണ്ടാകുക. ഒന്നുമെടുത്തിട്ട് റൂമിൽ നിന്ന് എപ്പോഴും ഹറമിലേക്ക് വരിക. ഓരോ നന്മ നമുക്ക് കിട്ടും, ഓരോ സ്വഭാവം. ഹറമിനകത്ത് കയറിയാൽ തന്നെ അകത്തോട്ട് പോകണമെങ്കിൽ പിന്നെയും പോകണം 1 കിലോമീറ്റർ. ഹറമിൻ്റെ ബോർഡറിലെത്തിയാൽ പിന്നെയും നടക്കണം അങ്ങ് കാണണമെങ്കിൽ കഅബ അടുത്തേക്ക് പോകാൻ.
ഒരുപാട് നടക്കണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, തീരുമാനമെടുത്തു കഴിഞ്ഞാൽ രണ്ടാമതായി അവർ ചെയ്യേണ്ടത് 2 റക്അത്ത് ഇസ്തിഖാറ നമസ്കരിക്കണം. ഇസ്തിഖാറ ഖൈറിന് വേണ്ടിയുള്ള നമസ്കാരം. ഇത് ഹാജിമാര് മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ വ്യക്തികളും ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുന്നുവോ ആ ലക്ഷ്യത്തിന് വേണ്ടി മുഷാവറ ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി ചെയ്യേണ്ടത് 2 റക്അത്ത് ഇസ്തിഖാറയുടെ നമസ്കാരം. അല്ലാഹു അക്ബർ, പടച്ചവനെ ഖൈറിനെ തേടുന്ന നമസ്കാരം 2 റക്അത്ത് നിനക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കണം. നമസ്കരിച്ച് കഴിയുമ്പോൾ 2 റക്അത്ത് കഴിഞ്ഞ് നിന്റെ ലക്ഷ്യം എന്താ? ഹജ്ജിനെ എനിക്ക് സുഖമില്ല, പോയാൽ ശരിയാകുമോ? പിന്നെ ഒരുപാട് ഗ്രൂപ്പുകാരുണ്ട്, ആരുടെ കൂടെ പോകണം, ഏതായിരിക്കും ഖൈർ എന്നതിനെ കുറിച്ച് ചിന്തിക്കാനാണ് 2 റക്അത്ത് നമസ്കരിക്കാൻ പറയുന്നത്. അങ്ങനെ 2 റക്അത്ത് നമസ്കരിക്കണം, മനസ്സിൽ വരുന്നില്ല. വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കണം, മനസ്സിൽ വരുന്നില്ല. വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കണം, വരുന്നില്ല. 7 പ്രാവശ്യം വരെ നമസ്കരിക്കണം. കടയെടുക്കാൻ തീരുമാനിച്ചാലും, മോളെ കെട്ടിക്കാൻ തീരുമാനിച്ചാലും, സ്കൂളിൽ വിടാൻ തീരുമാനിച്ചാലും, ഒരു ജോലി ചെയ്യാൻ പോകാൻ തീരുമാനിച്ചാലും രണ്ടാമതായി ചെയ്യേണ്ടത് ഇസ്തിഖാറ നമസ്കാരമാണ്, ഖൈറിനെ തേടിയുള്ള നമസ്കാരം. ആ നമസ്കാരം 7 പ്രാവശ്യം ചെയ്യണം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുകയാണ്, ഇദാ ഹമംത ബിഅംരിൻ ഫസ്തഖിർ റബ്ബക ഫീഹി 7 മർറാത്ത്. ഏ അനസേ, ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ നീ അള്ളാഹുവിനോട് 7 പ്രാവശ്യം ഇസ്തിഖാറ തേടണം. 7 പ്രാവശ്യം ഖൈറിന് വേണ്ടി നീ അള്ളാഹുവിനോട് ചോദിക്കണം. 7ാമത്തെ പ്രാവശ്യം നിന്റെ ഹൃദയത്തിൽ എന്താണോ തെളിഞ്ഞു വരുന്നത്, ഫഇന്നൽ ഖൈറ ഫീഹി, അതിലാണ് നന്മയുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 പ്രാവശ്യം നിസ്കരിക്കണം. 7ാമത്തെ പ്രാവശ്യത്തിൽ എന്താണോ മനസ്സിൽ, അത് അല്ലാഹ് തെളിച്ചു തരും. ആരുടെ കൂടെ പോകണം, നിനക്ക് പോകണമെന്ന് മനസ്സ് തോന്നുന്നു, 7 പ്രാവശ്യം നിസ്കരിച്ചിട്ട് തോന്നുന്നില്ല എങ്കിൽ അതായിരിക്കും അതിൻ്റെ ഖൈർ എന്ന് മനസ്സിലാക്കിക്കോളി. 7 പ്രാവശ്യം ഏത് കാര്യവും. ഒരു മോളെ കെട്ടിക്കാൻ തീരുമാനിച്ചു, ഒരു ചെറുക്കനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, നിസ്കരിക്ക് 7 പ്രാവശ്യം. ഈ 2 റക്അത്ത് വെച്ച് നമസ്കരിക്ക്. ആ ചെറുക്കനെ കുറിച്ച് നീ ചെയ്യുന്ന സ്കാനിങ് ആണ്, അള്ളാഹുമായുള്ള ബന്ധമാണ്. നീ 7 പ്രാവശ്യം നമസ്കരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വരും, നല്ല കുട്ടിയാണ്, നല്ല ചെറുക്കനാണ്, കൊള്ളാമെന്ന് തോന്നിയാൽ അൽഹംദുലില്ലാഹ് കൈക്ക് പിടിച്ചു കൊടുക്കുക. ഇല്ല, ബാഹ്യ രൂപത്തിലൊക്കെ നോക്കുമ്പോൾ എല്ലാം കൊള്ളാം, 7 പ്രാവശ്യം നമസ്കരിച്ചിട്ടും മനസ്സിൽ അങ്ങോട്ട് വരുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോ, ബാഹ്യം കണ്ടിട്ട് നീ വശംവദനായി പോകണ്ട, ആ കാര്യമേ വിട്ടേരെ. നബി തങ്ങൾ പഠിപ്പിച്ച വഴിയാണത്, ഖൈറാണത്. ഇതിൽ അള്ളാഹു എൻ്റെ റസൂൽ നമുക്ക് 2 റക്അത്തിൽ 2 സൂറത്തിൻ്റെ ആയത്തുകൾ ഓതാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹു അല്ല, നമുക്ക് ഓതാൻ അറിയുമെന്നറിയില്ല. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം നാം ഓതേണ്ടത് സൂറത്തുൽ ഖസസിലെ 68, 69, 70 ആയത്തുകളാണ്. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്തുൽ ഖസസ്, ഏകദേശം എനിക്ക് തോന്നുന്നു 28ാമത്തെ സൂറത്തിലെ 20ാമത്തെ ജുസുവിലെ 28ാമത്തെ സൂറത്തിലെ 68, 69, 70 സൂറത്തുൽ ഖസസ്, ആ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യണം. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം. എന്താ അതിന്റെ അർത്ഥം? എന്താണ് ആയത്ത്? وَرَبُّكَ يَخْلُقُ مَا يَشَاءُ وَيَخْتَارُ مَا كَانَ لَهُمُ الْخِيَرَةُ سُبْحَانَ اللَّهِ وَتَعَالَى عَمَّا يُشْرِكُونَ وَرَبُّكَ يَعْلَمُ مَا تُكِنُّ صُدُورُهُمْ وَمَا يُعْلِنُونَ وَهُوَ اللَّهُ لَا إِلَهَ إِلَّا هُوَ لَهُ الْحَمْدُ فِي الْأُولَى وَالْآخِرَةِ وَلَهُ الْحُكْمُ وَإِلَيْهِ تُرْجَعُونَ. ഈ 3 ആയത്ത് വേണം 1ാമത്തെ റക്അത്തിൽ ഓതാൻ. അത് അറിയില്ല എങ്കിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. എന്താ ഇതിന്റെ അർത്ഥം? وَرَبُّكَ يَخْلُقُ مَا يَشَاءُ وَيَخْتَارُ നിന്റെ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്നത് സൃഷ്ടിക്കുന്നു, തെരഞ്ഞെടുക്കുന്നു. അള്ളാഹുവാണ് തെരഞ്ഞെടുക്കുന്നത് കാര്യങ്ങൾ, അവനാണ് ഇഷ്ടപ്പെടുന്നത് സൃഷ്ടിക്കുന്നത്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ നിങ്ങൾക്കായി
അല്ലെങ്കിൽ ആരാണോ ഇസ്തിഖാറ ചെയ്യുന്നത് അവർക്കായി ഒരു പ്രത്യേകമായ തീരുമാനമില്ല. തീരുമാനം ആരുടെ ഭാഗത്തുനിന്ന്? അള്ളാന്റെ ഭാഗത്തുനിന്ന്. وَرَبُّكَ يَعْلَمُ مَا تُكِنُّ صُدُورُهُمْ وَمَا تُعْلِنُونَ. നിന്റെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ എന്താണോ ഉദ്ദേശിച്ചത്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അതിന്റെ യഥാവിധി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അവൻ ഒളിഞ്ഞതും തെളിഞ്ഞതും രഹസ്യമായതും പരസ്യമായതും അറിയുന്നവനാണ്. അതുകൊണ്ട് നീ അള്ളാഹുവിനോട് ചോദിക്ക്, അവൻ അതിന്റെ നിജസ്ഥിതി എന്തെന്ന് നിനക്ക് അറിയിച്ചു തരും. ഒന്നാമത്തെ റക്അത്തിൽ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം 33ാമത്തെ സൂറത്തുൽ അഹ്സാബിലെ 31ാമത്തെ ആയത്ത് ഓതണം. സൂറത്തുൽ അഹ്സാബ് 21ാമത്തെ ജുസു, 22ാമത്തെ ജുസു. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അള്ളാഹുവും റസൂലും ഒരു സത്യവിശ്വാസിനിക്കും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് ആവില്ല. അങ്ങനെ ആരെങ്കിലും വ്യതിചലിച്ചു കഴിഞ്ഞാൽ അവൻ വ്യക്തമായ വഴികേടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോ നമുക്കായിട്ടൊരു തീരുമാനമില്ല. തീരുമാനം ആരുടെ ഭാഗത്തു നിന്നാണ്? അള്ളാന്റെ ഭാഗത്തു നിന്ന്. അപ്പൊ നീ ഇങ്ങനെ 7 റക്അത്ത് നിസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു നിന്റെ മനസ്സിൽ തോന്നിച്ചേരും. നിസ്കാരം കഴിഞ്ഞു, ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഖുദ്റതിക വസ്തഖീറുക ബിഇൽമിക വസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുകൽ ഇൽമ ഇന്നക തഅലമു വല അഅലമു വഅൻത തഖ്ദിറു വല അഖ്ദിറു. പടച്ചവനെ, നിന്നോട് ഞാൻ ഇന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഖൈറ് ചോദിക്കുകയാണ്. നീ കഴിവുള്ളവനാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ്. നീ അറിയുന്നവനാണ്, ഞാൻ ഒന്നും അറിവില്ലാത്തവനാണ്. അതുകൊണ്ട് ഇന്ന കാര്യം ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അത് ഖൈറാണ് എങ്കിൽ നീ എനിക്ക് എളുപ്പമാക്കിത്താ. അള്ളാഹ് നീ എനിക്ക് അതിന് കഴിവുതാ, നീ അതിനെ എളുപ്പമാക്കിത്താ. എൻ്റെ മകളെ ഇന്നവന് വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യാ അള്ളാഹ്, അത് കൊള്ളാമെങ്കിൽ നീ എനിക്കത് എളുപ്പമാക്കിത്താ, അതിനുള്ള കഴിവുതാ അള്ളാഹുവേ. ഒരു കട നടത്താൻ തീരുമാനിക്കുന്നു. യാ അള്ളാഹ്, അത് വിജയിക്കുമെങ്കിൽ നീ എനിക്ക് അറിയിച്ചതാ അള്ളാഹ്, നീ അത് എളുപ്പമാക്കിത്താ അള്ളാഹ്. ദുആ ചെയ്യണം. നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ 7 പ്രാവശ്യം ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നിന്റെ മനസ്സിൽ അത് തോന്നിച്ചു തരും ഇൻഷാ അള്ളാഹ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹാജിമാര് ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, 1 മശൂറ ചെയ്യുക, 2 ഇസ്തിഖാറ ചെയ്യുക. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ദുനിയാവിന്റെ കാര്യങ്ങൾ, അതായത് ടിക്കറ്റ്, പാസ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കുക. ഇത് ദുനിയാവിൻ്റെ കാര്യങ്ങളാണ്. ഏൽപ്പിച്ചു കഴിഞ്ഞു, അത് നമുക്കറിയാമല്ലോ, സാദാ സീദാ, പിന്നെ അവരത് ആ ഭാഗങ്ങളൊക്കെ നോക്കിക്കൊള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാജിമാർ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട മഹത്തായ കാര്യം, ഇത് ദീനിയായ കാര്യമാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഈ കാര്യമാണ് ഹജ്ജ് കബൂലാകുന്നതിന്റെ മുന്നോടിയായി നാം ചെയ്യേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം. എന്താണത്? തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക. നമ്മളിപ്പോ ഹജ്ജിന് പോകുന്നു. അപ്പൊ നമ്മൾ ഹജ്ജിന് പോവല്ലേ? അപ്പൊ ഹജ്ജിന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വെച്ചൊക്കെ തൗബ ചെയ്താൽ പോരെ, പശ്ചാത്തപിച്ചാൽ പോരെ? ഇവിടെ ഇപ്പൊ എന്തിനാ അതിൻ്റെയൊക്കെ ഇപ്പൊ ആവശ്യം? പോയി ആണ് പ്രശ്നം. നമ്മളൊരു വണ്ടി പണിയാൻ കൊടുത്തു, അതിൻ്റെ നെറ്റ്, ബോൾട്ട്, അതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ, സ്പെയർ പാർട്സുകളൊക്കെ നമ്മൾ മാറ്റി, എല്ലാം നമ്മൾ മാറ്റിയെടുത്തു. പക്ഷെ അതൊന്ന് അവസാനമായി വാട്ടർ സർവീസ് ചെയ്താലേ അതൊരു പൂർത്തിയാവുകയുള്ളൂ. വണ്ടിയുടെ പണി കഴിഞ്ഞു, സർവീസ് സെന്ററിൽ കൊണ്ടുപോയാൽ എല്ലാം മാറ്റിയെടുത്തിട്ട് അവർ നേരെ ഇനി തരൂല. പിന്നെന്ത് ചെയ്യും? അവസാനമായി ചെയ്യുന്ന പണി എന്താ? നമ്മൾ അവസാനം രാവിലെ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് വൈകിട്ട് 5 മണിക്കൊന്ന്,
വണ്ടി പണി തീർന്നില്ലേ? എല്ലാം പണി കഴിഞ്ഞ് കിടക്കുകയാണ്. വാട്ടർ സർവീസ് വരെ ചെയ്താൽ മതി. ഈ പണി കഴിയലാണ് ദുനിയാവിലെ തൗബ ചെയ്ത് തീർക്കല്. സർവീസ് എവിടാ? അവിടെ ചെല്ലുമ്പോൾ കഴുകി. അപ്പോഴാണ് കയ്യോമ വലതത്തുഹു ഉമ്മുഹു, ഇന്ന് നിങ്ങളുടെ ഉമ്മ പ്രസവിച്ചതുപോലെ നീ ആയി വരിക. അപ്പോഴാണല്ലോ പുതിയ വണ്ടിയായിട്ട് തോന്നുക. അഴുക്ക് പിടിച്ച വണ്ടി, അതിന്റെ പണിയെല്ലാം കഴിഞ്ഞു. നമ്മൾ മോലാളി എടുത്തിൽ കൊണ്ട് മോലാളി എല്ലാം പണിഞ്ഞു. മോലാളിക്ക് തന്നെ വിശ്വാസം വരുമോ? ഇത് നീ എവിടെ പണിഞ്ഞു? മോലാളി ഒന്ന് ഓടിച്ചു നോക്ക്. ഇപ്പൊ തട്ടുമുട്ട് സൗണ്ടൊന്നും ഇല്ല. ഇല്ല, നീ പണിഞ്ഞിട്ടില്ല. കാരണം എന്താ? സർവീസ് ചെയ്യാത്തത് കൊണ്ട്. ഇനി പണിഞ്ഞില്ല എന്ന് വെച്ചോളി, കഴുകി വൃത്തിയാക്കിക്കൊണ്ട് പോകുമ്പോൾ ആ പണിഞ്ഞെന്നായിരിക്കും അവർ തോന്നുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മൂന്നാമതായി ഹാജിമാർ, ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം. സഹോദരങ്ങളെ, ഹാജിമാരും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഹജ്ജ് ചെയ്യാത്തവരും ഈ വിഷയം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, പശ്ചാത്താപത്തിന്റെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. ആദമിന്റെ മക്കളെല്ലാം പാവികളാണ്, നമ്മളെല്ലാം പാവികളാണ്. കുല്ലു ബനി ആദം, ആദമിന്റെ മക്കളെല്ലാം പാവികളാണ്. വ ഖൈറുൽ ഖത്താഈൻ, പാവികളിൽ ശ്രേഷ്ഠമായ പാവികളാരെ? അത്തവ്വാബൂൻ, തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. പശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം. ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇപ്പോഴേ നമസ്കരിച്ച് നിയ്യത്ത് ചെയ്ത് തൗബ ചെയ്യുന്നവരായി മാറണം. ആരൊക്കെ തൗബ ചെയ്തു? ശ്രദ്ധിച്ചോളി. അപ്പൊ നമുക്കിപ്പോ തൗബ ചെയ്യാൻ വലിയ മടിയാണ്. ആരൊക്കെ തൗബ ചെയ്തു? ബഹുമാനപ്പെട്ട ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം. കഴിക്കരുത് എന്ന് പറഞ്ഞ കനി കഴിച്ചു പോയി, ഇടങ്ങേറായി, പ്രശ്നമായി, അവസാനം രക്ഷയില്ല. എന്ത് ചെയ്തു? തൗബ. എന്താ തൗബ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയി. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് തന്നില്ല എങ്കിൽ ഞങ്ങൾ തീരാ നഷ്ടവാളികളായിരിക്കും. അല്ലാഹ്. ആദം നബി തൗബ ചെയ്തു. മൂസാ നബി തൗബ ചെയ്തു. ചുരുക്കി പറഞ്ഞു പോവുകയാണ്. മൂസാ നബി തൗബ ചെയ്തു. മൂസാ നബി അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയെ എതിർ ഗ്രൂപ്പുകാരൻ അടിക്കുന്നത് കണ്ടുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കണ്ടുകൊണ്ട് സഹിക്കവയ്യാതെ തന്റെ അനുയായി അടിക്കുന്നത് കണ്ടിട്ട് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. എതിരാളിക്ക്, തന്റെ ഗ്രൂപ്പിലുള്ള നീ അടിക്കാൻ നീ ആരാടാ? ഒരൊറ്റ വീക്ക് വെച്ചു കൊടുത്തു. ആള് വടിയായി. മൂപ്പിൽ അറിഞ്ഞില്ല, ഇത് ചാവൂന്ന് അറിഞ്ഞില്ല, ഒരു അടി വെച്ചം കൊടുത്തു. സംഭവം എന്തായി? അല്ലാഹ്. ഉടനെ ഒരു പ്രവാചകൻ ചോദിച്ച പണിയാണ് ഒരാൾ അടിച്ചില്ല എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ഉടനെ തൗബ ചെയ്തു. റബ്ബി ഇന്നി ളലംതു നഫ്സി. അല്ലാഹുവേ, ഞാൻ എൻ്റെ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയി. അല്ലാഹ് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തുതാ അല്ലാഹ്, മാപ്പ് ചെയ്തതാ അല്ലാഹ്. ഫഗഫറ ലഹു, ആ തൗബ അല്ലാഹ് സ്വീകരിച്ചു, മാപ്പ് നൽകി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തപ്പോ അല്ലാഹ് മാപ്പ് നൽകി. മൂസാ നബി തൗബ ചെയ്തപ്പോ അല്ലാഹ് മാപ്പ് നൽകി. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വദന്നൂനി ഇദ് ذهب മുഗാളിബാ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നൂഹ് നബി, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യപ്പെട്ട് ആരും എന്റെ ഈ ഒരു സന്ദേശം അംഗീകരിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട് വിട്ട് ഓടിപ്പോവുകയാണ്. ദേഷ്യപ്പെട്ടു പോവുകയാണ്. ഇത്ര നാൾ കൊണ്ട് ഞാനിവിടെ ദീനന്റെ പ്രബോധനം ഒരു മനുഷ്യൻ പോലും സ്വീകരിക്കുന്നില്ല. ദേഷ്യപ്പെട്ടു പോയി. കപ്പലിൽ കയറി. കപ്പലിന് ഭാരം കൂടുതലുണ്ടല്ലോ. ടിക്കറ്റ് എടുക്കാത്ത ആരോ കയറിയതുപോലെ തോന്നുന്നല്ലോ. ഭാരം കൂടുതല്. നറുക്കെടുത്തപ്പോൾ ഇട്ടപ്പോൾ ആരുടെ പേര് വന്നു? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. പൊക്കിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു സംസ്കാരം. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ടിക്കറ്റ് ഇല്ലാതെ കയറി കഴിഞ്ഞാൽ അപ്പോളെ പൊക്കിയെടുത്ത് വെള്ളത്തിൽ. ഇത് അള്ളാന്റെ പരീക്ഷണമാണ്.
എടുത്ത് വെള്ളത്തിലിട്ടു. മീൻ വിഴുങ്ങി. ആ മീനിനെയും യൂനുസ് നബിയെയും മറ്റൊരു മത്സ്യം വിഴുങ്ങി. വയറ്റിനകത്ത് കിടന്നപ്പോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു. ഫനാദാ ഫിൽ ളുലുമാത്. യൂനുസ് നബിയുടെ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയ പ്രവാചകന്മാരുടെ പേരും പറഞ്ഞ് ആയത്ത് ഓതുന്നത്. നമ്മൾ നിസ്സാരമായി തള്ളരുത്. ഹജ്ജ് കബൂലാകണമെന്നുണ്ടെങ്കിൽ ഹജ്ജിന്റെ കാര്യം പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, പഠിപ്പിച്ചു തരാം. 10 മിനിറ്റത്തെ ക്ലാസ് മതി. നിങ്ങൾ അത് വിഷമിക്കണ്ട. അതിന് മുമ്പുള്ള ഭാഗം ക്ലിയർ ആക്ക്. അള്ളാഹ് ജീവിച്ചിരിക്കാൻ അള്ളാഹ് ഹയാത്തോടെ തന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്കൊക്കെ ഒരുമിച്ച് പോയി ചെയ്യാം. അത് വിഷയമില്ല. അതൊക്കെ 10 മിനിറ്റ് ഒന്നുമില്ല വിഷയം. അതിന് മുമ്പുള്ളത് ചെയ്യ്. ഇന്ന് മുതൽ ചെയ്യ്. പോയിരുന്ന് കര പാതിരാത്രി എഴുന്നേക്ക്, 3 മണിക്ക് എഴുന്നേക്ക്, അരമണിക്കൂർ കൂടെ തൗബ ചെയ്യ്. അള്ളാഹ് ഞാൻ ചെയ്ത അക്രമം പടച്ച തമ്പുരാൻ. അല്ലാതെ ഓടി അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കില്ല പിടിച്ചിട്ട് പടച്ച പറഞ്ഞ് അവനെ കൊന്ന് ഇവനെ കൊന്ന് ഞാൻ അങ്ങനെ അടിച്ചു മാറ്റി ഇങ്ങനെ അടിച്ചു മാറ്റി, അള്ളാഹുവെ റബ്ബെ നീ എനിക്ക് സഹായം തരണമെന്ന് പറഞ്ഞ് കഅബയുടെ ആ ഒരു മതിലിൽ യേശുക്രിസ്തുവിനെ കുറുഷി തിരക്കിച്ചേക്കുന്ന പോലെ നമ്മളിപ്പോൾ കട നിലവിളിക്കാൻ നിന്നാലൊന്നും അള്ളാഹു അന്നേരം നോക്കൂല. അതിന് മുമ്പുള്ള കാര്യം ക്ലിയർ ആക്ക്. അതിനായി പറയുന്നത്. യൂനുസ് നബി തൗബ ചെയ്തു. ഭയങ്കര ഇരുട്ടിനകത്ത് ഇരുട്ടിൽ കടന്ന് തൗബ ചെയ്യാൻ. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹ്, ഞാൻ എൻ്റെ സ്വന്തത്തോട് അക്രമം കാണിച്ചു പോയി റബ്ബേ, നീ അല്ലാതെ ആരുമില്ല അല്ലാഹ്, നീ എനിക്ക് മാപ്പ് താ അല്ലാഹ്. അല്ലാഹ് എന്ത് ചെയ്തു? പുറത്തു കൊടുത്തു. 40 ദിവസം ഇട്ടിട്ട് അല്ലാഹ് പുറത്തു കൊടുത്തു. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഒരു തെറ്റുപോലും ചെയ്യാത്ത പ്രവാചകൻ, ആരെയും ദ്രോഹിക്കാത്ത പ്രവാചകൻ, കാരുണ്യത്തിന്റെ തിരുദൂതരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് ഫഇന്നി അതൂബു ഇലല്ലാഹി ഫിൽ യൗമി 100 മറ. ഏയ് മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി. ഞാൻ ഓരോ ദിവസവും അള്ളാഹിന്റെ അടുക്കൽ 100 പ്രാവശ്യം, മറ്റൊരു റിവായത്തിൽ 70 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും. ഫിൽ യൗമി ഇലൈഹി 100 മറ. ഓരോ ദിവസം. ആര് ഒന്ന് ഉറക്കെ പറ. ആര്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സലാത്തില്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, തൗബയുടെ വിഷയം നമ്മൾ കാര്യമായി മനസ്സിലാക്കണം. ആദ്യമായി നമ്മൾ തൗബ, നമ്മുടെ ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങളിൽ ഹാജിമാർ ശ്രദ്ധിക്കേണ്ട മെയിൻ ഭാഗമാണ് ഈ തൗബയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും. അവിടെ കുറേ വിഷയങ്ങൾ നമ്മളവിടെ മനസ്സിലാക്കാനുണ്ട്. കാരണം എന്താ? നമ്മൾ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്, കച്ചവടം ചെയ്യുന്നവരാണ്, കുടുംബ വഴക്കുമായി ബന്ധപ്പെടുന്നവരാണ്, കുടുംബ വഴക്കിൽ പങ്കാളികളാണ്, മിണ്ടാത്ത ധാരാളം ആളുകളുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് ഈ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഹജ്ജ് കബൂലാകുമോ ഇല്ലയോ, അവിടെയാണ് വിഷയം. നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, അവിടെ കണ്ട് പോകാന്ന്, മിണ്ടാത്തവൻ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവന്റെ വാശി വൈരാഗ്യം അങ്ങനെയാണല്ലോ. ഇല്ല, തൗബയ്ക്ക് അതായി പറയുന്ന ഷർത്ത്. അതാ ഞാൻ പറഞ്ഞത് കേൾക്കാൻ. അള്ളാഹുവിനോട് ദുആ, പടച്ചവനെ ഞങ്ങളുടെ ഹജ്ജ് മഖബൂലും മബ്റൂറാക്കി തരണേ അല്ലാ എന്ന് പറയുമ്പോൾ ആമീൻ ആമീൻ നെഞ്ചത്തടിച്ച് കരയും. പക്ഷെ അവന്റെ അനിയന്റെ അടുത്ത് ഇതുവരെയ്ക്കും വേണ്ടിയിട്ടില്ല. 10 വർഷമായി. വല്ലാഹി ഇവന്റെ ഹജ്ജ് മഖബൂലാവുന്ന എങ്ങനെ? ഭയങ്കര കരച്ചിലാണ്. പൊട്ടി കരയുന്നത് കേട്ട് കഴിഞ്ഞാൽ അല്ലോ നീ കൊടുമ്പാവിയാണെന്നും തോന്നുന്നല്ലോ അതിന്റെ കരച്ചിൽ കേട്ടാൽ. ഇല്ല, മനസ്സിലാക്കണം. അതിനായി പറയുന്ന കുറെ വിഷയങ്ങൾ ഇനിയാണ് നമ്മൾ കേൾക്കേണ്ടതാണ്. ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങൾ എന്ന പേര് തന്നെ വെച്ചൊരു വിഷയം ഞാൻ പറയുന്നത്. തൗബ ചെയ്യണം ഒന്നാമതായി. അപ്പൊ ഈ പ്രവാചകന്മാരൊക്കെ തൗബ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപം ചെയ്തില്ല, തൗബ ചെയ്തു. നബി തങ്ങൾ നമ്മളോട് തൗബ ചെയ്യാൻ പറയുന്നു. അള്ളാഹു നമ്മളോട് പറയുന്നു, ഏ മുഅ്മിനീങ്ങളെ നിങ്ങൾ തൗബ ചെയ്യുവിൻ. നിങ്ങൾ തൗബ ചെയ്തില്ല എങ്കിലോ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. തൗബ ചെയ്യാത്തവൻ അക്രമിയാണ് അല്ലാഹ് പറയാണ്. എന്നിട്ട് വീണ്ടും അല്ലാഹ് പറയാണ്, തൗബ ചെയ്തില്ലെങ്കിലോ ഫഇല്ലം യതൂബു യുഅദ്ദിബുഹുമുല്ലാഹു അദാബൻ അലീമാ. തൗബ ചെയ്തില്ല എങ്കിൽ, പശ്ചാത്തപിച്ചില്ല എങ്കിൽ നല്ല നിലയ്ക്ക് നിങ്ങളെ വേദനാജനകമായ ശിക്ഷ നൽകി നിങ്ങളെ നാം പരീക്ഷിക്കും. തൗബ ചെയ്തില്ലെങ്കിൽ അല്ലാഹു അക്ബർ. തൗബ ചെയ്തില്ല ഇടിയും കിട്ടും. അതാ രസം. തൗബ ചെയ്തില്ലെങ്കിൽ ഇടിയും അള്ളാന്റെ ഭാഗത്ത് നിന്നാ. അപ്പൊ ചെയ്യാനാ അല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് തൗബ ചെയ്യണം. തൗബ ചെയ്യാൻ തീരുമാനം എടുത്തോ? ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യാൻ തീരുമാനം എടുത്തോ? തീരുമാനം ഇൻഷാ അല്ലാഹ് നിയ്യത്തിലെടുത്തു. ഇനി ചെയ്യണമെങ്കിൽ 2 രീതിയിലാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ഒന്ന് അള്ളാഹുവിനോട്, 2 സൃഷ്ടികളോട്.
അള്ളാഹുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ തൗബ ചെയ്യേണ്ടത് എങ്ങനെ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ തൗബ ചെയ്യേണ്ടത് എങ്ങനെ, ഇത് രണ്ടും മനസ്സിലാക്കിയാൽ മതി. രണ്ട് രീതിയിലാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ഒന്ന് അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്ത ഒരുപാട് പേര് കാണും. നിസ്കരിച്ചിട്ടില്ല, നോമ്പ് ഓടിച്ചിട്ടില്ല, ഹജ്ജ് സക്കാത്ത് കൊടുത്തിട്ടില്ല, ഖുർആൻ ഓതിയിട്ടില്ല. ഇത് അള്ളാഹുവിനോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ്. അതിന് നീ അള്ളാഹ് അറിവില്ലായിരുന്നു, വിവരമില്ലായിരുന്നു, ഇത്രയും നാളായി പടച്ചവനെ, ഇനി ഞാൻ നിന്നെ ഒഴിവാക്കൂല അള്ളാഹ്, നീ എനിക്ക് മാപ്പ് താ പടച്ചവനെ, ഞാൻ ഇനി ഇൻഷാ അള്ളാഹ് തൗബ ചെയ്ത് നിന്നെ അനുസരിച്ച് നിന്നെ അംഗീകരിച്ച് നീ പറയുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചോളാം യാ അള്ളാഹ്, നീ എന്നെ ഇത് തൗബ നീ സ്വീകരിക്കും തമ്പുരാനെ. അള്ളാഹു അത് സ്വീകരിക്കും. وإن كانت المعصية تتعلق بين العبد وبين ربه, പാപം, നീ ചെയ്ത പാപം അള്ളാഹുവിനും നീയും മധ്യത്തിലുള്ള പാപമാണെങ്കിൽ ഫലഹാ സലാസത്തു ശുറൂത്ത്, 3 നിബന്ധനകളാണ് നീ പാലിക്കേണ്ടത്. നീ ചെയ്ത പാപം നീയും അള്ളാഹുമായുള്ള ബന്ധമാണെങ്കിൽ 3 നിബന്ധനയാണ് ഇവിടെ ഉള്ളത്. 3 നിബന്ധന. ഒന്ന്, ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം പിഴുത് കളയുക, മൂടോടെ പറിച്ചം കളയുക. ഇപ്പൊ പലിശക്കാര് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു, പറിച്ച് അതെല്ലാം ദൂരെ കളഞ്ഞ് മേലാൽ ഈ പരിപാടിയും വേണ്ട, ഒന്നും വേണ്ട. ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുകയാണ്, ചെറിയ ചെയ്തതൊക്കെ ചെയ്ത് പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞിട്ട് നീത്തിക്കുക. പടച്ചവനെ, ഞാൻ ഇത്ര നാൾ ഞാനൊരു കൊടുംപാപിയാണല്ലോ, ഞാൻ ഇത്രയും പലിശ വാങ്ങി തിന്നുപോയല്ലോ പടച്ചവനെ, ഖേദിക്കുക. മൂന്നാമത്, ഇതിലേക്ക് ഇനി മേലെ ഞാൻ മടങ്ങുകയില്ല അല്ലാ, മേലെ ഞാൻ മടങ്ങിയ പട്ടിണി കിടന്ന് മരിച്ചാൽ പോലും ഈ പാവത്തിലേക്ക് ഞാൻ മടങ്ങുകയില്ല അല്ലാ എന്നൊരു ദൃഢനിശ്ചയം എടുക്കുക. ഇത് 3ഉം അള്ളാഹുമായുള്ള ബന്ധം. മാറ്റി. وإن كانت المعصية تتعلق بآدمين, മനുഷ്യരുമായുള്ള പാപമാണെങ്കിലോ, നിന്റെ പാപം മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ, മനുഷ്യരുമായുള്ള ചർച്ചയിലാണെങ്കിലോ, മനുഷ്യരുമായി ഇടപാട് കളപ്പെട്ടതാണെങ്കിലോ, ഫലഹാ അർബഅത്തു ശുറൂത്ത്, 4 നിബന്ധനകളാണ്. ഒന്ന് ഈ മുകളിൽ പറഞ്ഞ 3ഉം, ബാക്കി ഒരെണ്ണമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 4ാമത്തെ കാര്യം. 3 കാര്യം മോളി പറഞ്ഞത് തന്നെ. ഇവ മനുഷ്യരോട് നമ്മൾ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുത്തനെ അടിച്ചവനാണ്, ഒരുത്തനെ തൊഴിച്ചവനാണ്, ഒരുത്തനെ ഇടങ്ങേറാക്കിയവനാണ്. ശരി, ആയിക്കൊള്ളട്ടെ. ഇങ്ങനെ എന്തെല്ലാം ചെയ്തവനാണെങ്കിലും ഇവൻ എന്ത് ചെയ്യണം? ഒന്ന്, പടച്ചവനെ, ഞാൻ ചെയ്ത അപരാധമായി പോയി തീരുമാനിക്കുക. 2, ഇനി മേലെ ഞാൻ ചെയ്യൂല ദൃഢനിശ്ചയം എടുക്കുക. 3, അതിൽ നിന്ന്, ആ ദുർവൃത്തിയിൽ നിന്ന് പരിപൂർണമായി ഒഴിവാവുക. ഹാജിമാർ ശ്രദ്ധിക്കേണ്ടത്, വൈൻ കാനത്തുൽ മഅസിയത്തു തതഅല്ലഖു ബിആദമിയിൻ, മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവന്റെ പ്രശ്നമെങ്കിൽ ഇവന് 4 നിബന്ധനകൾ. 1 മുകളിൽ പറഞ്ഞ 3ഉം. 2 ഇവന്റെ കാര്യം, ആളുകളുമായി, ജനങ്ങളുമായുള്ള പ്രശ്നം സാമ്പത്തിക ഇടപാട് ആണ് എങ്കിൽ, ആരോടെങ്കിലും കൊടുത്തു, വാങ്ങിയില്ല, അല്ലെങ്കിൽ കടം കൊടുത്തു, അല്ലെങ്കിൽ കടം വാങ്ങി മടക്കി കൊടുത്തില്ല, അതല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തു, അത് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, അത് കൊടുത്തില്ല, ഇങ്ങനെയുള്ള പ്രശ്നം, ഇത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇങ്ങനെ ആരെങ്കിലും വാഗ്ദാനം ചെയ്യുകയോ ആരോടെങ്കിലും ഇടപാട് നടത്തുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ റദ്ദഹു മാലഹു, അവന്റെ സമ്പത്ത് കൊടുത്തു തീർക്കുക, എന്നിട്ട് തൗബായിക്ക് വരിക. ഒരാള് 15,000 റുപ്യ കടം വാങ്ങി ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ 15,000 റുപ്യ നീ അവന് മടക്കി കൊടുക്കണം, എന്നിട്ട് നീ തൗബ ചെയ്യണം. പൈസ കൊടുക്കാതെ തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരാളിൽ നിന്നൊരു സാധനം വാങ്ങി വർഷങ്ങളായി ആ സാധനം വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ടില്ല, അത് പിന്നെ അവനും എഴുതി തള്ളിക്കാണും, ഞാനും അങ്ങോട്ട് ഒഴിവാക്കി. ഇല്ല, നീ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ആ പൈസ അവന് മടക്കി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഏർപ്പാട് ചെയ്തിട്ട് നീ തൗബ ചെയ്യണം. കാരണം എന്താ? അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയമല്ല, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അള്ളാഹ്ക്ക് ഇതിൽ ഒരു കൈകാരത്താനോ അള്ളാഹ്ക്ക് ഇതിൽ ഒന്നും ചെയ്യാനോ അള്ളാഹ് കഴിയില്ല. കാരണം ഇത് മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു ഹദീസ് പറയട്ടെ. കടം വാങ്ങിയിട്ട് കൊടുക്കാത്ത ഒരാളിന്റെ മയ്യത്ത് നബി അടുക്കലേക്ക് കൊണ്ടുവന്നു.
സ്വഹാബാക്കൾ എല്ലാവരും മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലിരിക്കുമ്പോൾ ഇത് ഉത്തിയ ബിജനാസത്തിൻ, ഒരു മയ്യത്ത് കൊണ്ടുവയ്ക്കപ്പെടുകയാണ്. ഫഖാലു, സഹാബാക്കൾ പറഞ്ഞു, സല്ലി അലൈഹാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ ഈ മയ്യത്തൊന്ന് നമസ്കരിപ്പിക്കൂ നബിയേ. ബഹുമാനപ്പെട്ട പ്രവാചകൻ മയ്യത്തിന്റെ അരികെ വന്ന് നിന്നുകൊണ്ട്, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് വല്ല ഇടപാടുകളുണ്ടോ, കടപ്പാടുകളുണ്ടോ, കടമിടപാടുകൾ ഉണ്ടോ എന്ന് സഹാബാക്കളോട് ചോദിച്ചപ്പോൾ ഖാലു, സഹാബാക്കൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല. സല്ല അലൈഹാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ ആ മയ്യത്ത് നമസ്കരിപ്പിച്ചു. സുമ്മ ഉതിയ ബിൽഉഖറ, രണ്ടാമതൊരു മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുകയാണ്. ഖാലു, സഹാബാക്കൾ പറഞ്ഞു, സല്ലി അലൈഹാ യാ റസൂലല്ലാഹ്, ഈ മയ്യത്തിന് വേണ്ടി നമസ്കരിപ്പിക്കൂ നബിയെ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചു പോയി, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് ഇടപാടുകൾ വല്ലതുമുണ്ടോ? ഖാലു, സഹാബാക്കൾ പറഞ്ഞു, സലാസത്തു ദനാനീർ, 3 ദിനാർ കടക്കാരനാണ് നബിയേ. രണ്ടാമത്തെ ചോദ്യം, ഹൽ തറക ശൈആ, ഈ മയ്യത്ത് വല്ല സ്വത്തുകൾ ഉപേക്ഷിച്ചിട്ടാണോ പോയത്? ഈ ഇടപാട് തീർക്കാൻ പറ്റിയ സ്വത്ത് വല്ലതും ഉണ്ടോ? ദേ മരിച്ചുപോയി, ഇടപാട് തീർക്കാൻ പറ്റിയ സ്വത്ത് വല്ലതും ഇട്ടിട്ടാണോ പോയത്? ഖാലു, സഹാബാക്കൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയെ, ഉണ്ട്. സല്ല അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ആ മയ്യിത്ത് നിസ്കരിപ്പിച്ചു. കാരണം എന്താ? ആ വാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും ആ കടം വീട്ടാനുള്ള സ്വത്തുണ്ട്, കുഴപ്പമില്ല, നിസ്കരിപ്പിച്ചു. മൂന്നാമത് സുമ്മ ഉതിയ ബിസ്സാലിസ, മൂന്നാമതൊരു മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുകയാണ്. മൂന്നാമതൊരു മയ്യത്ത് കൊണ്ട് വെക്കപ്പെട്ടപ്പോൾ സഹാബാക്കളോട് നബി തങ്ങൾ ചോദിച്ചു, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് ഇടപാടുകൾ ബാക്കിയുണ്ടോ? ഖാലു, സഹാബാക്കൾ പറഞ്ഞു, സലാസത്തു ദനാനീർ, 3 ദിനാർ കടക്കാരനാണ് നബിയേ. റസൂലുള്ളാഹി തങ്ങളുടെ മറുചോദ്യം, ഹൽ തറക ശൈആ, വല്ലതും ഉപേക്ഷിച്ചിട്ടാണോ പോയത്? കടമിടപാടുകൾ വീട്ടാൻ പറ്റിയ സ്വത്ത് ഉപേക്ഷിച്ചിട്ടാണോ പോയത്? ഖാലു, സഹാബാക്കൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ പുറകോട്ട് മാറിയിട്ട് സഹാബാക്കളോട് പറയുകയാണ്, സല്ലു അലാ സാഹിബിക്കും, നിങ്ങളെ നമസ്കരിപ്പിച്ചോ നിങ്ങളുടെ സഹോദരന് വേണ്ടി. കടമിടപാടുകൾ പൂർത്തിയാക്കാത്ത മയ്യത്ത് നമസ്കരിപ്പിക്കാൻ ഈ മുഹമ്മദിന് അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു മയ്യത്തിന് നിസ്കരിപ്പിച്ചിട്ടില്ല എങ്കിൽ ആ മയ്യത്തിന്റെ കാര്യം പിന്നെ എന്താ? കാരണം എന്താ? കടമിടപാട് ബാക്കിയുണ്ട്, അതുകൊണ്ട് എനിക്ക് നിസ്കരിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾ നിസ്കരിച്ചോളി. ഉടനെ സഹാബാക്കൾ ചോദിച്ചു, ആർക്കാണ് തരാനുള്ളത്? ആർക്ക്? ഒന്നിനൊന്ന് പൊരുത്തപ്പെടി, നിങ്ങളൊന്നീ പൊരുത്തപ്പെടി. അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ഹാജിമാർ അദ്ദേഹം ഹജ്ജിന് വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ പൈസ വാങ്ങിയിട്ടുണ്ട്, സംഭവം ശരിയാണ്, അദ്ദേഹത്തിന് ഒരു ആഗ്രഹമാണ് ഹജ്ജിന് പോകണം, നിങ്ങൾ പൊരുത്തപ്പെടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് വിൽക്കുമ്പോൾ അത് തരുമെന്ന് അദ്ദേഹം പറയുന്നു, നിങ്ങളത് സ്വീകരിക്കും. ബഹുമാനപ്പെട്ട സഹാബാക്കൾ എല്ലാവരും മുഖം വിവരണമായി. നബി തങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോ അതാ പുറകിൽ നിന്നൊരു സഹാബി ഓടി വന്നുകൊണ്ട് പറയുന്നു, സല്ലി അലൈഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് ഈ മയ്യത്ത് അങ്ങ് നമസ്കരിപ്പിക്കണം. ഞാൻ അബൂ ഖതാദയാണ്, വലയ്യ ദൈനുഹു, എനിക്കാണ് അദ്ദേഹം പൈസ തരാനുള്ളത്, ഞാൻ മാപ്പാക്കിയിരിക്കുന്ന നബിയെ, നമസ്കരിപ്പിക്കും നബിയെ. സല്ല അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ആ സഹാബിയുടെ മയ്യത്ത് നമസ്കരിപ്പിച്ചു. കടമിടപാട് ബാക്കിയായ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ കൂട്ടാക്കിയില്ല എങ്കിൽ കടം വെച്ചുകൊണ്ട് ആ വ്യക്തിയോട് ചോദിക്കാതെ, ആ വ്യക്തിയോട് അറിയിക്കാതെ, ആ വ്യക്തിയോട് പറയാതെ തൗബ ചെയ്താൽ ആ തൗബ സ്വീകാര്യമല്ല. തൗബ സ്വീകാര്യമായില്ല എങ്കിൽ ഹജ്ജ് മഖ്ബൂലാവുകയില്ല. 1 രൂപയെങ്കിലും ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ പോയി കാണണം. ഹബീബെ, ചിലപ്പോൾ കൊടുക്കണം, ഹബീബെ നമ്മൾ തമ്മിൽ ഒരുപാട് ഇടപാടിലൊക്കെ നടത്തിയിട്ടുണ്ട്, ഞാനൊരു പുണ്യ കർമ്മത്തിന് പോവുകയാണ്, എന്തെങ്കിലും വീഴ്ചകൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് നീ മാപ്പാക്കി തരണം. കൈക്ക് പിടിച്ച് ചോദിച്ചാൽ ഇടപാട് തീർന്നു, ഇൻഷാ അല്ലാഹ് നീ പോയിട്ട് വാ. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പൈസ ഒക്കെ ഒപ്പിച്ചിട്ടാണ് ഹജ്ജിന് പോണത്. കടമുണ്ട്, സ്വത്തുണ്ട് വിൽക്കാൻ, ഇപ്പൊ പെട്ടെന്ന് വിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, പോവാ. ഹബീബെ, ഞാൻ ഇതേപോലെ ഹജ്ജിന് പോവുകയാണ്, നിനക്ക് ഞാൻ 10,000-20,000 രൂപ തരാനുണ്ട്, ദാ ഞാൻ എഴുതി തരുന്നു, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യ എടുക്കൽ അല്ല എൻ്റെ കുടുംബത്തിൽ ഞാനിതാ എഴുതി കൊടുക്കുന്നു, എൻ്റെ വീടിന് ഞാൻ പോകുന്ന വഴിയിൽ അങ്ങനെ മരിച്ചു പോയാൽ എൻ്റെ മക്കൾ അത് വിറ്റ് നിന്റെ ഇടപാട് തീർത്തു തരും.
ഇല്ലെങ്കിൽ ഞാൻ പോയിട്ട് മടങ്ങി വരട്ടെ, ഇൻഷാ അല്ലാഹ് വസ്തുവിൻ്റെ ഒരു ഭാഗം വിറ്റിട്ട് നിന്റെ ഇടപാട് ഞാൻ തീർക്കാം, നീ എനിക്കിപ്പോൾ മാപ്പ് തരണം, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യണം. അൽഹംദുലില്ലാ, നീ പോയിട്ട് വാ, നീ പോയിട്ട് വരാൻ തൗഫീഖ് അല്ലാഹു ചെയ്താൽ നീ താ, ഇല്ല മരിച്ചു പോയാൽ ഞാൻ നിനക്ക് മാപ്പാക്കിയിരിക്കും. പോയി ചോദിക്കണം. പലചരക്കടയിൽ നിന്ന് സാധനം എടുത്ത് വർഷങ്ങളായി കൊടുത്തിട്ടില്ല, ഹജ്ജിന് പോകാൻ വേണ്ടി വല്ലാരത്തെ പോവാണ്. പലചരക്ക് കടക്കാരൻ തീരുമാനിക്കണം എൻ്റെ ഹജ്ജ് കബൂലാകണോ മഖബൂലാകണോ മബ്രൂറാകണോ എന്ന്. അവനോട് പോയി ചോദിക്കണം, അല്ല അസ്നാരെ നമ്മൾ തമ്മിൽ ഒരുപാട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, നിനക്കിപ്പോൾ എത്ര തരാറുണ്ട്? 10,000. ഇതാ ഒരു 5,000 പിടി, ഞാനിപ്പോൾ ഹജ്ജിന് പോവാ, പൈസ ഇല്ല. ഇനി ഒരു പക്ഷേ 10,000. നീ വല്ല കൺസ്യൂം ചെയ്യാനുണ്ടോ? ശരി, നീ ഒരു 7,000 എന്താ? 7,000. ഇനി എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് മാപ്പാക്കി. അൽഹംദുലില്ലാ, തീർന്നു. ഓക്കെ കബൂലായി. അങ്ങനെ ആദ്യം മനുഷ്യരുമായുള്ള ഇടപാടുകൾ ഉണ്ടെങ്കിൽ ആ ഇടപാടുകൾ ആദ്യം തീർക്കണം, പൂർത്തിയാക്കണം. പൂർത്തിയാക്കിയതിനു ശേഷം തൗബ ചെയ്യണം, എന്നിട്ട് ഹജ്ജിനൊരുങ്ങണം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യമൊന്നുമല്ല. നിങ്ങൾ ഈ കഷ്ടപ്പെട്ട അവിടം വരെ പോയിട്ട് ഫ്ലൈറ്റിൽ കയറി സൂചിച്ചു വരാൻ പറ്റില്ല. ഉള്ളം ശരിയാവണ്ടേ, ഉള്ളം ശരിയാവണ്ടേ. കണ്ട് ഇടപാടുകൾ ആദ്യം ക്ലിയർ ആക്കണം, എഴുതി വെക്കണം. ഇനിയിപ്പോൾ ഒരുപാട് കടമുണ്ട്, ഈ കടം വിട്ടിട്ട് ഹജ്ജിന് വന്നാൽ ഈ അടുത്ത സമയത്ത് എനിക്ക് ഹറം കാണാൻ പറ്റൂല, കുഴപ്പമില്ല, നീ പേടിക്കണ്ട, ദുഃഖിക്കണ്ട, എഴുതി വൈ. നീ എഴുതി വെച്ചിട്ട് വിശ്വസ്തനായ ഒരാളുടെ കയ്യിൽ നീ ഏൽപ്പിച്ചിട്ട് നീ എഴുതി വെച്ചിട്ട് നീ പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ എഴുതി വെച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ നീ ഒരുപക്ഷെ മരണപ്പെട്ടു പോയാൽ പടച്ച തമ്പുരാൻ എന്ത് ചെയ്യും? അത് മാപ്പാക്കി തരും. നീ എഴുതി വെച്ചിട്ട് പോ. ഉത്തരവാദിത്തം അതാണ്. കടമിടപാടുകൾ പൂർത്തിയാക്കാത്തിടത്തോളം കാലം സ്വർഗത്തിൽ കയറാൻ പറ്റൂല. ഒരു മനുഷ്യന്റെ ആത്മാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ കൊളുത്തപ്പെട്ടിരിക്കും. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തും ബിദൈനിഹി. കടമിടപാടുകളുടെ കാരണത്താൽ ഒരു മനുഷ്യന്റെ ആത്മാവ് ആകാശത്തിലേക്ക് ഉയരുകയില്ല, സ്വർഗത്തിലേക്ക് ഉയരുകയില്ല, അത് കൊളുത്തപ്പെട്ടിരിക്കും. ഹത്താ യുഖ്ളാ ദൈനുഹു, അവന്റെ ഇടപാട് പൂർത്തിയാകുന്നത് വരെ. അവന്റെ ഇടപാട് പൂർത്തിയാക്കിയാൽ മാത്രമേ അവന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് കയറുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി. യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദൻബ്, ശുഹദാക്കളുടെ രക്തസാക്ഷികളുടെ സകലമാന പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യും. ഇല്ല ദൈൻ, ഇടപാട് ഒഴിച്ച്. ഇടപാടിന്റെ കാര്യം അല്ലാഹ് ഏറ്റെടുക്കുകയില്ല. ബാക്കിയുള്ള എന്ത് പാപം നീ ചെയ്തിട്ടാണ് അള്ളാന്റെ മാർഗത്തിൽ നീ വീരമൃത്യു വരിച്ചതെങ്കിലും നിന്റെ പാപം അല്ലാഹു മാപ്പാക്കി തരും. പക്ഷെ കടമിടപാട് അത് അല്ലാഹുമായി ബന്ധപ്പെട്ടതല്ല, അത് അവരുമായി തീർക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ ശുഹദാക്കൾക്ക് പോലും അല്ലാഹ് മാപ്പാക്കി കൊടുക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം? തൗബ ചെയ്യുന്നതിന് മുമ്പ് ഇടപാട് എഴുതി പൂർത്തിയാക്കി കബൂലാക്കിയിട്ട് വരണം. അടുത്തത്, ആരെയെങ്കിലും നീ അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ആരെങ്കിലും ഏതെങ്കിലും പെണ്ണിനെ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഏതെങ്കിലും പുരുഷനെ അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ അങ്ങനത്തവളാണ്, നീ ഇങ്ങനത്തവളാണ്, നീ അങ്ങനത്തവനാണ്, നീ ഇങ്ങനത്തവനാണ്, അപരാധം പറയുക. അങ്ങനെ അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കനഹു മിൻഹു, അവനിൽ നിന്ന് അവനെ കൊണ്ടുപോയി അതിൽ നിന്ന് ഒന്നുകിൽ അവനെ അടിക്കണം, കദഫ് ചെയ്യണം, കദഫ് ചെയ്തതിന്റെ പേരിൽ ഹദ്ദടി അടിക്കണം. ഇല്ല, ഇന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ അതില്ല എങ്കിൽ, ഇന്ന് നാട്ടിൽ നടപ്പനുസരിച്ചില്ലല്ലോ, ആ ഉത്തലബഅഫ്വഹു, അവനോട് പോയി പൊരുത്തം ചോദിക്കണം. അതിനാണ് ഹാജിമാർക്ക് പറ്റിയ ഒരവസരം, പൊരുത്തം ചോദിക്കാൻ പറ്റിയൊരവസരം. പറഞ്ഞു കാണും, ഇഷ്ടം പോലെ പറഞ്ഞു കാണും. പക്ഷെ ഇവനെയാ പറഞ്ഞെന്നുള്ളത് അവനറിയില്ല. നമുക്ക് എന്ത് പറ്റും? ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു വണ്ടി എടുക്കണം, എല്ലാ കുടുംബക്കാരെയും പോയി കാണണം, മൊത്തം കുടുംബക്കാരെയും. ചുമ്മാ മുഴുവൻ പേരെയും വിളിച്ചു കൂട്ടി ചാപ്പാട് കൊടുക്കലല്ല ഇവിടെ വിഷയം. നാട്ടുകാരെ മുഴുവനും വിളിച്ചോട് വലിയ പോത്തിനെ വെട്ടി ചാപ്പാട് കൊടുക്കലല്ല വിഷയം. അതിന് മുമ്പുള്ള കാര്യം ചെയ്. വണ്ടിയെടുത്ത് നിനക്കറിയാവുന്ന കൂട്ടുകാരെയും പരിചയക്കാരെയും അയൽവക്കക്കാരെയും സ്വന്തക്കാരെയും മുഴുവനും നീ പോയി കണ്ടിട്ട് നീ നിന്റെ കാര്യം പറയണം. അതുപോലെ ഒരു പുണ്യകർമ്മത്തിന് പോവാണ്. മനുഷ്യനാണ് ഞാൻ, ചിലപ്പോൾ നിന്നെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, നീ എന്നെയും പറഞ്ഞു കാണും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാപ്പാക്കി തരാം. മാപ്പാക്കാൻ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുസാഫത്ത് ചെയ്ത് ചുംബിച്ച് ഉമ്മ വെച്ച് പൊരുത്തപ്പെട്ട് കരഞ്ഞിട്ട് വാ, അൽഹംദുലില്ലാ, കാര്യം കബൂൽ. ഇനി അതല്ല, ആരോടെങ്കിലും മിണ്ടാതെ ദേഷ്യം വെച്ചുകൊണ്ട് വാശിയുടെയോ വൈരാഗ്യത്തിന്റെ പേരിൽ അവനോട് പോയി എനിക്ക് ചോദിക്കാൻ കഴിയുകയില്ല, വല്ലാഹി സത്യം, നീ 2 ലക്ഷം റുപ്യ മുടക്കി നീ ഹജ്ജിന് പോയത് കൊണ്ട് യാതൊരു പുണ്യവുമില്ല. മുന്നൊരുക്കം ശ്രദ്ധിക്കാൻ പറയാണ്. ചെയ്താൽ ഉള്ള മഖബൂലായ ഹജ്ജോടുകൂടി മടങ്ങി വരാം, ഇല്ലെങ്കിൽ വാശിയുടെ ഹജ്ജോടുകൂടി മടങ്ങി വരാം. വാശിയുടെ ഹജ്ജ്, വൈരാഗ്യത്തിന്റെ ഹജ്ജ്. പടച്ചവനെ, ഇവനുമായിട്ട് ഞാൻ 10 വർഷമായി വഴക്കിലാണ്,
ഞാൻ ഇവനോട് പോയി എങ്ങനെ പോയി സംസാരിക്കുക? ഇവന്റെ വീട്ടിലേക്ക് പോയാൽ ഇവ ഒരു പക്ഷേ എന്നെ അടിച്ചാലോ, അല്ലെങ്കിൽ പട്ടി അഴിച്ചു വിട്ടാലോ, അല്ലെങ്കിൽ എന്നെ പേടിപ്പിച്ചാലോ, അല്ലെങ്കിൽ എന്നെ കല്ലെറിഞ്ഞാലോ, അവന്റെ മക്കളെ കാണുമ്പോൾ എന്റെ കൊങ്ങായിക്ക് പിടിച്ചാലോ, പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് പോ, അസ്സലാമു അലൈക്കും, പോയി കാര്യം പറ, അസ്സലാമു അലൈക്കും. അപ്പൊ അവൻ ചീത്ത വിളിക്കും, വന്നേക്കൊന്ന് പോടാ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഉത്തരം, ഞാനേ ഹജ്ജിന് പോവുകയാണ്, ഞാൻ ചെയ്തു പോയ പാവം എല്ലാം മാപ്പാക്കി തരണം, ഞാൻ അഹങ്കാരിയായിരുന്നു, ഇനിയിപ്പോൾ എല്ലാം ഞാൻ മാപ്പാക്കിയിരിക്കും, നീ എനിക്ക് വേണ്ടി പുറത്തു തരണം. നിനക്കോ ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല, നിന്റെ തലമണ്ട ഇടിവെട്ടട്ടെ, വെള്ളിടി വീഴട്ടെ, നീ അവിടെ പോയി ട്രിപ്പറിന്റെ അടിയിൽ കയറിയിട്ട് പഠിച്ചവൻ എന്റെ മയ്യത്ത് പോലും ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കട്ടെ. നല്ല കാര്യമല്ലേ, മക്കളടക്കാൻ തൗഫീഖ് കിട്ടിയാൽ അവൻ ദുആ എടുക്കാം നമുക്ക് വേണ്ടി. നിന്റെ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാതെ പരിശുദ്ധമായ മണ്ണിൽ തന്നെ അടക്കം ചെയ്യട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി മക്കയുടെയോ മദീനയുടെയോ മണ്ണിലെങ്ങാനും മരിക്കാനൊരു അവസരം ലഭിച്ചാൽ അവൻ സ്വർഗവാസിയാൻ. മദീനയുടെ മണ്ണിലെങ്ങാനും വന്ന് ആർക്കെങ്കിലും മരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അവൻ മരിച്ചോ, അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. നബിയുനാ റസൂലുള്ളാഹി. എന്തിനാ പേടിക്കുന്നേ? നീ പിരാഗ് മദീനയിൽ പോയി മരിച്ചുവോ, മക്കയിൽ പോയി മരിച്ചുവോ, അൽഹംദുലില്ലാ, ഹറമിന്റെ പൂമുഖത്താണ്, നിനക്ക് ഹിസാബില്ല, നിനക്ക് ചോദ്യമില്ല. സഹാബാക്കളുടെ കൂട്ടത്തിൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, പ്രവാചക കുടുംബക്കാരുടെ കൂട്ടത്തിൽ പരിശുദ്ധമായ മണ്ണിൽ നിനക്ക് അന്ത്യവിശ്രമം കൊള്ളാം. വലിയ തൗഫീഖല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പോയി ചോദിക്കണം. ഇനി നമ്മുടെ ഒരു വിരോധി മരിച്ചുപോയി, ചോദിക്കാനൊന്നും പറ്റിയില്ല, അവനെ അടക്കിയിരിക്കുന്ന ഏത് പള്ളിയിലാണോ ആ ഖബറിന്റെ അടുക്കലേക്ക് പോകണം. ആ മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം. എടാ, നീ എനിക്ക് ഭയങ്കര അക്രമം ചെയ്തവനൊക്കെ ആയിരുന്നു, സംഭവമൊക്കെ ശരി തന്നെ, പോട്ടെ, അള്ളാഹു നിനക്ക് പുറത്ത് തരട്ടെ. നമുക്ക് നന്മയ്ക്ക് വേണ്ടി ദുആ ഇറക്കണം. മരിച്ചുപോയ ഒരാൾ ഇനി എത്ര അക്രമം നമ്മളോട് കാണിച്ചെങ്കിൽ നമ്മളത് പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. മരിച്ചുപോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉദ്കുറു മഹാസിന മൗത്താക്കും, മരിച്ചുപോയവരുടെ നന്മ മാത്രം പറയണം. മരിച്ചുപോയി, അള്ളാഹു നിനക്ക് പുറത്ത് തരട്ടെ, എനിക്കും പുറത്ത് തരട്ടെ. നമ്മൾ തമ്മിൽ ഒരുപാട് ചെയ്തു പോയതാണ് തെറ്റുകൾ, നമ്മളെ രണ്ടുപേരെ അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതുകൊണ്ട് ഞാനൊരു പുണ്യമായ വഴിക്ക് പോകുന്നു. അള്ളാഹു തആല എൻ്റെ യാത്ര എളുപ്പമാക്കാൻ, നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പാക്കി തരാൻ അള്ളാഹു ഈ ഒരു സബബ്, ഈ ഒരു സംഗമത്തെ അള്ളാഹു കബൂലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായൊരു ദുആ ആ ഖബറിൻ്റെ അടുക്കൽ പോയി നിന്ന് ചെയ്യണം. ഖബറിൻ്റെ പോയി ചെയ്യണം. അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു തരും, പടച്ചവൻ മാപ്പാക്കി തരും. ഇനി നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, ഗൾഫിൽ നിൽക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്, ഇവിടെ നിൽക്കുകയാണ്, ഒരു ഫോൺ ഒരു 100 രൂപ 200 രൂപ നിറച്ചേരെ, കാർഡ് നിറച്ചേരെ, വിളി, അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ആരാന്നറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ തന്നെ കാര്യം കബൂലായി. ഇന്ന് എളുപ്പമാണ് കാര്യങ്ങൾ, നമുക്ക് സലാം പറയാൻ എളുപ്പമുള്ള വഴിയാത്. നമ്മുടെ നമ്പർ മാറ്റിയിട്ട് വേറെ നമ്പറിൽ നിന്ന് വിളിക്കണം, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, കാര്യം കബൂലായി. അത് ഞാനാ കൊച്ചാപ്പ, ഷെയ്ത്താനാ, നീ ആയിരുന്നോ, ഫോൺ സലാം പറഞ്ഞ് മടക്കി വലൈക്കും അസ്സലാം, അത് മതി, ഇനി പ്രശ്നമൊന്നുമില്ല. എന്താ എളുപ്പം, ഇന്ന് എന്ത് എളുപ്പം അല്ലേ മിണ്ടാൻ എളുപ്പമുള്ള വഴി. നമ്മുടെ ഒറിജിനൽ നമ്പറിൽ വിളിക്കരുത്, എന്നിട്ട് വേറെ നമ്പർ മാറ്റി സിം കാർഡ് മാറ്റിട്ട് വിളിച്ചാൽ മതി. അൽഹംദുലില്ലാ, ഓ എളുപ്പം, മിണ്ടാൻ എളുപ്പമുള്ള വഴി. സലാം പറഞ്ഞിട്ട് പോ. ബഹുമാനം ഉന്യാവൻ മിണ്ടില്ല എങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ ഹജ്ജിന് പോവാം, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി, നീ എന്നോട് മിണ്ടുന്നില്ല, ഞാൻ കുറ്റക്കാരനല്ല, മനുഷ്യനാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റുകൾ ചെയ്തു പോകും, അതുകൊണ്ട് നീ എനിക്ക് മാപ്പാക്കിത്താ, ഞാൻ നിനക്ക് മാപ്പാക്കി തന്നിരിക്കുന്നു. ബഹുമാനമുള്ള സഹോദരൻ, എത്ര വൈരാഗ്യമുള്ളവരാണെങ്കിലും മാപ്പ് ചോദിച്ച് അവരോട് പൊരുത്തം ചോദിക്കാൻ നമ്മൾ മടങ്ങിപ്പോകരുത്. ആ മരിച്ചുപോയ വ്യക്തിയുടെ കുടുംബക്കാരെ പോയി സന്ദർശിക്കണം. ആള് കാരണവരാണ് മരിച്ചുപോയി, ഇത്രയും വർഷം അവരെ വീട്ടിൽ കയറിയിട്ടില്ല, അവരുടെ വീട് പോയി സന്ദർശിക്കണം. താത്ത അല്ലെങ്കിൽ കൊച്ചാപ്പ അല്ലെങ്കിൽ മുത്താപ്പ അല്ലെങ്കിൽ ജാഗിയുടെ പോവുകയാണ്, മുത്താപ്പയോടൊക്കെ ഒരുപാട് അക്രമം കാണിച്ചിട്ടുണ്ട്, സംഭവം ശരി തന്നെയാണ്. അപ്പോൾ അവരവിടെ കരച്ചിൽ വീഡിയോ ഒക്കെ തുടങ്ങും. അതൊന്നും നമ്മൾ നോക്കണ്ട, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ കുറച്ച് ഹദിയ സദഖ പൈസ അവർക്ക് ഇൻഷാ അല്ലാഹ് കൊടു. ഇപ്പോൾ ഒന്നും കരയരുത്, ഒന്നും പറയരുത്, അതൊക്കെ പണ്ട് അറിവില്ലായ്മയുടെ പേര് ചെയ്തു പോയതാണ്, ഇനിയൊന്നും അങ്ങനെ സംഭവിക്കുകയില്ല, ഞാനൊരു പുണ്യമായ സ്ഥലത്ത് പോവുകയാണ്, കാര്യമായ നിലയിൽ എനിക്ക് വേണ്ടി ദുആ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം പറഞ്ഞ് സലാം പറഞ്ഞു ഒന്നേരം മിണ്ടാ നിൽക്കേണ്ട, പിന്നെ കൂടുതൽ ചർച്ച ചെയ്യാൻ നിൽക്കേണ്ട. കൂടുതൽ ചർച്ച ചെയ്യാൻ പിടിച്ച് ഞാനിപ്പം കണ്ടിട്ട് കഴിഞ്ഞാൽ ഹജ്ജിന് പോലും പോകാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും